To view this video in English, please click the link given above. 10th ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മളിപ്പോൾ ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഐയുടെ സ്ട്രക്ചർ പഠിച്ചു, ഐയുടെ സ്ട്രക്ചറും അതിൻ്റെ പാർട്സ് ഫംഗ്ഷനും പഠിച്ചു. പിന്നീട് നമ്മൾ നിയർ പോയിന്റ്, ഫാർ പോയിന്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. തിൻ ലെൻസ്, തിക്ക് ലെൻസ്, അതിൻ്റെ പവർ എങ്ങനെയാണ്, ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ചില കാഴ്ചയിലുണ്ടാകുന്ന ചില കുറവുകൾ. ഓക്കെ, രോഗം എന്ന് പറയാൻ പറ്റില്ല, കാഴ്ചക്കുറവ് കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് മയോപ്പിയ എന്നൊരു കണ്ടീഷനാണ്. മയോപ്പിയയുടെ മറ്റൊരു പേര് ഷോർട്ട് സൈറ്റഡ്നെസ്. അതായത് സൈറ്റ് ചെയ്യുന്ന വെച്ചാൽ കാണുക, ഷോർട്ട് എന്ന് വെച്ചാൽ അടുത്തുള്ളത്, അതായത് ചെറിയ ഡിസ്റ്റൻസ്. അപ്പോൾ ചെറിയ ഡിസ്റ്റൻസ് ഉള്ളതിനെ മാത്രമേ കാണാൻ പറ്റുള്ളെങ്കിൽ അതാണ് ഷോർട്ട് സൈറ്റഡ്നെസ്. ദൂരെയുള്ളതിനെ കാണാൻ പറ്റുന്നില്ല. ചില കുട്ടികൾക്കൊക്കെ ക്ലാസ്സിലെ പുറകിലത്തെ ബെഞ്ചിലിരിക്കുമ്പോൾ ദൂരെ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഒന്നും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്കൊരു ബസ് വരുമ്പോൾ അതിൻ്റെ ബോർഡൊന്നും വായിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ആദ്യം കുറച്ച് ചിലപ്പോൾ ടീച്ചേഴ്സ് നോട്ട് ചെയ്യാം, ക്ലാസ്സിലെ നോട്ടൊക്കെ ഇൻകംപ്ലീറ്റ് ചെറിയ ക്ലാസ്സുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ പേരൻസ് നോട്ട് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ തന്നെ ചിലപ്പോൾ ഈ ഡിസ്കംഫർട്ട് വീട്ടിൽ പറയുകയും അതിനനുസരിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇത് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ നോക്കി ഓൾമോസ്റ്റ് മോർ ദാൻ 50% സ്റ്റുഡൻസും സ്പെക്സ് ഉള്ളവരാണ്, ഇല്ലാത്തവരാണ് കുറവ്, അല്ലേ? അപ്പോൾ ഈ മയോപ്പിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം, ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, നമുക്ക് അടുത്ത ഏറ്റവും ക്ലിയർ ആയിട്ട് കാണുന്ന ആ ഒരു അളവിനെ നമ്മൾ എന്താ പറയുന്നത്? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ അഥവാ നിയർ പോയിന്റ്. അത് 25 സെൻറ്റിമീറ്റർ ആണ്. അതേസമയം ദൂരെയുള്ള വസ്തുവിന് ഇൻഫിനിറ്റിയാണ്. പക്ഷേ ഈ വ്യക്തികൾക്ക്, അല്ലെങ്കിൽ മയോപ്പിക് ആയുള്ള ആളുകൾക്ക് അടുത്തുള്ള നിയർ പോയിന്റ് കറക്റ്റാണ്, പക്ഷെ അവരുടെ ഫാർ പോയിന്റ് ഇൻഫിനിറ്റി അല്ല, അതുവരെ എത്തില്ല. ഇൻഫിനിറ്റിക്ക് മുമ്പിലുള്ള ഒരു പോയിന്റ് വരെ അവർക്ക് കാണാൻ പറ്റും. അതാണ് അവരുടെ പ്രശ്നം. അപ്പം ഏറ്റവും ദൂരെ വരെ പോകില്ല, അതിന് മുമ്പിൽ വരെ അവർക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് അടുത്തുള്ള ഓബ്ജക്ട്സ് കൃത്യമായി കാണാം, അകലെയുള്ള ഓബ്ജക്ട്സ് വ്യക്തമായി കാണാൻ കഴിയില്ല, കാരണം അവരുടെ ഫാർ പോയിന്റ് ഇൻഫിനിറ്റിയേക്കാളും കുറവാണ്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ അതിൻ്റെ ഇമേജ് നമ്മുടെ റെറ്റിനയിൽ വീഴുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇമേജ് എന്ത് ചെയ്യും? റെറ്റിനയിൽ വീഴുന്നതിന് പകരം റെറ്റിനയുടെ മുമ്പിലായിട്ട് വീഴും. അതായത് ഒരു ഇൻഫിനിറ്റിയിൽ വരുന്ന ഒബ്ജക്റ്റ്, ഒരു ലൈറ്റ് റേസ് ആണെങ്കിൽ എപ്പോഴും അത് പാരലലായിട്ടാണ് വരുന്നത്, അല്ലേ? പാരലലായിട്ട് വന്നിട്ട് ആദ്യം നമ്മുടെ കോർണിയയിൽ റിഫ്രാക്ഷൻ നടന്ന് നമ്മുടെ ലെൻസ് അതിനെ റിഫ്രാക്ട് ചെയ്ത് ഇവിടെ എത്തിക്കണം. പക്ഷേ ഇവിടെ എന്താണ് വീഴുന്നത്? അതിൻ്റെ മുന്നിലാണ് വീഴുന്നത്. അതേസമയം ഈ വ്യക്തികൾക്ക് ഇൻഫിനിറ്റിയിൽ നിന്നല്ല ഇവിടെ നിന്നാണ് വരുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് ഇവിടെ വന്ന് വീഴും. അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് വന്നാൽ കാണാൻ പറ്റില്ല, പക്ഷെ ഇവിടെ നിന്ന് വന്നാൽ കാണാൻ പറ്റും. അതാണ് അവരുടെ ഡിഫക്റ്റ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? എന്തായിരിക്കാം കാരണം? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എക്സസീവ് കർവേച്ചർ ഓഫ് ദി ഐലൻസ് ആണ്. അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഐലൻസ് ഇങ്ങനെ തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ തന്നെയാണ് എക്സസീവ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇത് തിന്ന്, ഓക്കെ, ഇത് തിക്ക്. അപ്പോൾ ഇങ്ങനെ കേർവായിട്ടിരിക്കുമ്പോൾ ഈ ലൈറ്റ് റേസിനെ നന്നായിട്ട് ബെൻഡ് ചെയ്യും. ബെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് വളരെ കുറവാണ്. പെട്ടെന്ന് ബെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഫോക്കൽ ലെങ്ത് കുറവാണ്. ഫോക്കൽ ലെങ്ത് കുറയുമ്പോൾ എന്താണ്? പവർ കൂടുതലാണ്, അല്ലേ? നമ്മൾ ഫോക്കൽ ലെങ്തും പവർ റെസിപ്രോക്കലാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത് ഈ റെറ്റിന വരെ എത്തുന്നില്ല, അതിന് മുമ്പ് തന്നെ അത് കൺവേർജായി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു റീസൺ എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെയുള്ള പ്രശ്നങ്ങളാണ്. ഇലോങ്ങേഷൻ ഓഫ് ദ ഐബോൾ. കുട്ടിയുടെ ഐബോളിന്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഐബോളിന് സാധാരണയേക്കാൾ നീളം കൂടുതലാണ്. അപ്പം സാധാരണഗതിയിൽ റെറ്റിന വരെ എത്താനുള്ള ഫോക്കൽ ലെങ്ത് ഉണ്ടെങ്കിൽ പോലും അതിനവിടെ വീഴാൻ പറ്റില്ല, കാരണം റെറ്റിന അതിൻ്റെയും പിറകിലേക്ക് പോയി കഴിഞ്ഞു. ഇലോങ്ങേഷൻ ഓഫ് ദ ഐബോൾ, നീണ്ട ഐബോളാണ്. ഓക്കെ, അതും ഇതിനൊരു കാരണമാകാം. അപ്പോൾ 2 കാരണങ്ങളാണ്. ഒന്ന്, ലെൻസിന് കൂടുതൽ കർവേച്ചർ ഉണ്ടാകുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറയും. അതല്ലെങ്കിൽ എക്സസീവ് ലെങ്ത് ഓഫ് ദി ഐബോൾ, അല്ലെങ്കിൽ എക്സസീവ് ഇലോങ്ങേഷൻ ഓഫ് ദി ഐബോൾ എന്നും പറയാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു കറക്ഷൻ വേണ്ടേ? ഇങ്ങനെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗ്ലാസ്സസ് ഉപയോഗിക്കും, അല്ലേ? അപ്പോൾ ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന ലെൻസ് 2 വിധമാകാം. കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ കോൺകേവ് ലെൻസ് ആകാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഉപയോഗിക്കണം? നമുക്കിപ്പോൾ ഉപയോഗിക്കേണ്ടത് ഒരു ഡൈവേർജിങ് ലെൻസാണ്. അതായത് ഇവിടെ നിന്ന് വരുന്ന പാരലൽ റേസ് പെട്ടെന്ന് കൺവേർജായി പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം, അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡൈവേർജിങ് ലെൻസായ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാൽ അത് കുറച്ചൊന്ന് ഡൈവേർജ് ചെയ്തിട്ട് പിന്നീട് കൺവേർജ് ചെയ്യുമ്പോൾ അത് റെറ്റിനയിൽ വീഴും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഡൈവേർജിങ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ. ഡൈവേർജിങ് ലെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്.
കോൺകേവ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവറാണ് ഉപയോഗിക്കുന്നത്. കോൺകേവ് ലെൻസിൻ്റെ പവർ എന്തായിരിക്കും? നെഗറ്റീവ്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ്, അതുകൊണ്ട് തന്നെ പവറും നെഗറ്റീവാണ്. കോൺവെക്സിലാണെങ്കിൽ എക്സ് എന്ന് എഴുതുമ്പോൾ തന്നെ ഒരു തിരിച്ചിട്ടാൽ മതി, പ്ലസ് അല്ലേ. കോൺവെക്സ് പോസിറ്റീവാണ്, കോൺകേവ് നെഗറ്റീവാണ്. അപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കുക. ഇതിന് ഷോർട്ട് സൈറ്റഡ്നെസ്, മയോപ്പിയ, അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. അവരുടെ ഫാർ പോയിന്റ് ദൂരെ വരെ എത്തുന്നില്ല, ഇൻഫിനിറ്റി വരെ എത്തുന്നില്ല, അതിന് മുമ്പിലാണ്. അവരുടെ ദൂരേന്ന് വരുന്ന, ഇപ്പോൾ ഫാർ പോയിന്റിൽ നിന്ന് വരുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എവിടെ വീഴും? റെറ്റിനയിൽ വീഴും. അതിന് വീഴണം, പക്ഷെ അതിന് പകരം ഇവർക്ക് റെറ്റിനയുടെ മുമ്പിൽ വീഴും. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നുകിൽ ലെൻസിന് എക്സസീവ് കർവേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഐബോള് ഇലോങ്ങേറ്റഡ് ആണ്. അപ്പോൾ ഒരു സ്യൂട്ടബിൾ പവറുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്കിതിനെ പരിഹരിക്കാം. അതിന് കോൺകേവ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഹൈപ്പർ മെട്രോപ്പിയനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് കുട്ടികളിൽ അധികമായിട്ടൊന്നും കാണാറില്ല, എങ്കിലും വളരെ റെയറായിട്ട് കാണാറുണ്ട്. ഇതിനെ പറയുന്ന പേര് ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ഫാർ സൈറ്റഡ്നെസ് എന്നാണ്. അതായത് അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയും, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. അപ്പോൾ ഇവരുടെ ഫാർ പോയിന്റ് എത്രയായിരിക്കും? ഇൻഫിനിറ്റി തന്നെയാണ്, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എവിടെ ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്? നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്റർ ആണ് കുറച്ചൊന്ന് റിസീഡായി പോയിരിക്കുന്നത്. അപ്പോൾ അടുത്തുള്ള പോയിന്റ് ഇങ്ങനെ കുറച്ച് ദൂരേക്ക് മാറിപ്പോകുന്നത് കൊണ്ട് അടുത്തുള്ള വസ്തുക്കൾ അവർക്ക് വ്യക്തമായി കാണാൻ കഴിയില്ല. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് ഈ അടുത്തുള്ള വസ്തു, അതായത് 25 സെൻറ്റിമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ഇമേജ് എവിടെ വീഴണം? നമ്മുടെ റെറ്റിനയിൽ. പക്ഷേ ഇത് റെറ്റിനയ്ക്ക് പകരം നമ്മുടെ കണ്ണിൻ്റെ പിറകിലാണ് വീഴുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇത് കുറച്ചും കൂടെ മുമ്പോട്ട് വയ്ക്കുമ്പോഴേക്കും അത് കറക്റ്റ് റെറ്റിനയിൽ വന്ന് വീഴും. ഇതിനുള്ള കാരണങ്ങൾ, ഒന്ന് നമ്മുടെ ഐലൻസ് നന്നായിട്ട് തിക്ക്, അതായത് കൺവേർജ് ചെയ്യാനുള്ള പവർ കുറയുന്നു. അതായത് ബൈ ബർത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് കൊണ്ട് അത് തിന്നായിട്ടിരിക്കുക ലെൻസ്. അപ്പോൾ അത് അല്ലെങ്കിൽ ആ മസിലിൻ്റെ പ്രശ്നമാകാം. അപ്പോൾ എന്ത് പറ്റും? ഈ ഫോക്കൽ ലെങ്ത് കൂടുതലാണ്. ഫോക്കൽ ലെങ്ത് കൂടുമ്പോൾ ഇമേജ് റെറ്റിനയുടെ പുറകിൽ പോകുന്നു. അതാകാം ഒന്നാമത്തെ കാരണം. അതല്ലെങ്കിൽ ബൈ ബർത്ത് തന്നെ കുട്ടിയുടെ ഐബോൾ ചെറുതായി പോകും. മറ്റേ കേസിൽ എന്തായിരുന്നു? ഇലോങ്ങേറ്റഡ് ആയിരുന്നു. ഇവിടെ ഐബോൾ ചെറുതാവുമ്പോഴും റെറ്റിനയിൽ വീഴേണ്ട ഇമേജ് എന്ത് പറ്റും? റെറ്റിനയുടെ പുറകിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇതാണ് നോർമൽ നിയർ പോയിന്റ് എന്ന് കരുതുക. ഇത് കുറച്ചും കൂടി ബാക്കിലേക്ക് വന്നു, അതായത് നിയർ പോയിന്റ് അകലേക്ക് പോയി. അവിടെ നിന്ന് വരുന്ന റേസ് എവിടെ വീഴും? റെറ്റിനയിൽ വീഴും. പക്ഷേ നിയർ പോയിന്റ്, ആക്ച്വൽ നിയർ പോയിന്റ്, നോർമലായിട്ട് നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്ററിൽ നിന്ന് വന്നാൽ അത് പിറകിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് എങ്ങനെ അത് റെക്ടിഫൈ ചെയ്യാം? നമുക്കിതിനെ കൂടുതൽ കൺവേർജ് ചെയ്യണം അല്ലേ? അങ്ങനെ കുറേ പോകാതെ കൺവേർജ് ചെയ്ത് റെറ്റിനയിലോട്ട് കൊണ്ടുവരണം. അതിന് നമുക്ക് ഏത് ലെൻസ് ഉപയോഗിക്കാം? കൺവേർജിങ് ലെൻസ്. ഏതാണ് കൺവേർജിങ് ലെൻസ്? കോൺവെക്സ് ലെൻസ്. കോൺവെക്സ്. അപ്പോൾ അതെന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ? അതിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ്, അതുകൊണ്ട് അതിൻ്റെ പവറും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം, അടുത്തുള്ള വസ്തുക്കളെ അധികം വ്യക്തമായി കാണാൻ പറ്റില്ല. കാരണം അവരുടെ നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വസ്തുവിൽ നിന്നുള്ള ഇമേജ് ഉണ്ടാകുന്നത് നമ്മുടെ ഐബോളിൻ്റെ പുറകിൽ, റെറ്റിനയുടെ പുറകിലായിട്ടാണ്. അപ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ടാകും. ലെൻസ് തിന്നായിരിക്കുന്നു, അതിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. അതല്ലെങ്കിൽ ഐബോൾ വളരെ ചെറുതായതുകൊണ്ടും ഇത് സംഭവിക്കാം. ഒരു കൺവേർജൻ ലെൻസായ കോൺവെക്സ് ലെൻസ് സ്യൂട്ടബിൾ പവർ ഉപയോഗിച്ച് നമുക്ക് ഈ റേസിനെ കൺവേർജ് ചെയ്തിട്ട് റെറ്റിനയിൽ വീഴ്ത്താൻ സാധിക്കും. ഇനി ഇതിനോടനുബന്ധിച്ച് ഇതുപോലുള്ള മറ്റൊരു ഡിഫക്റ്റ് ഉണ്ട്. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് 40 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ എന്ത് പറ്റും? അവരുടെ ഈ നിയർ പോയിന്റും കുറച്ചുകൂടെ ബാക്കിലേക്ക് പോകും. അതായത് 25 സെൻറ്റിമീറ്റർ എന്നുള്ളത് കൂടി ചിലപ്പോൾ ഒരു 40 സെൻറ്റിമീറ്റർ ആകും. അപ്പോൾ എനിക്കൊക്കെ അടുത്ത് 25 സെൻറ്റിമീറ്റർ വായിക്കാൻ പറ്റില്ല. അപ്പോൾ 40 സെൻറ്റിമീറ്ററെങ്കിലും ദൂരെ പിടിച്ചാൽ ക്ലിയർ ആവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞങ്ങളെല്ലാം ഏത് ഉപയോഗിക്കണം? കോൺവെക്സ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ ഉപയോഗിക്കണം. അപ്പോൾ ഇത് ഹൈപ്പർ മെട്രോപ്പിയയുടെ പോലെ തന്നെയുള്ളൊരു കണ്ടീഷനാണ്. പക്ഷേ ഇത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഏജ് റിലേറ്റഡ് ആണ്, അല്ലാതെ ഐബോളിൻ്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല. ഏജ് കൂടുമ്പോൾ നമ്മുടെ സീലിയറി മസിൽസ് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, റിലാക്സ് കോൺട്രാക്ട്. കുറേയൊക്കെ കഴിയുമ്പോൾ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പവറൊക്കെ കുറഞ്ഞിട്ട് ആ മസിൽ വീക്കാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കറക്റ്റായിട്ട് ലെൻസ് എപ്പോഴും എന്തായിട്ടിരിക്കും? തിന്നായിട്ടിരിക്കും. അതിനെ തിക്കാക്കാനുള്ള ആ ഒരു എബിലിറ്റി കുറയും. അപ്പോൾ എന്ത് ചെയ്യും? റീഡിംഗ് ഗ്ലാസ് ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ റീഡിംഗ് ഗ്ലാസ് എന്ന് പറയുന്നത് പണ്ടുള്ള സമയത്തൊക്കെ നമുക്ക് കിട്ടുമ്പോൾ റീഡിംഗ് ഗ്ലാസ് എന്ന് പറയുന്നത് അടിയിൽ ഇങ്ങനെ ഒരു റാ പോലെ കാണുമായിരുന്നു. ഇപ്പോഴത്തെ ഗ്ലാസസ് പ്രോഗ്രസീവ് ആണ്. എൻ്റെ ഒരു റീഡിംഗ് ഗ്ലാസ് ആണ്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഗ്ലാസ് റീഡിങ്ങിന് മാത്രം, ഇത് കോൺവെക്സ് ലെൻസ് എൻ്റെ പവറിനുള്ളത് മാത്രമാണ്. അപ്പോൾ ഞാൻ റീഡ് ചെയ്യാത്ത സമയം, റീഡ് ചെയ്യുമ്പോൾ എനിക്കിത് വേണം, പക്ഷേ ഞാൻ ദൂരെയുള്ള സാധനം നോക്കി എനിക്ക് ബ്ലേർഡ് ആയിട്ടാണത് കാണുന്നത്. പക്ഷേ
ഓൾറെഡി എനിക്ക് കുട്ടിക്കാലത്ത് മയോപ്പി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന ആളുകൾ, മയോപ്പിക് ആളുകൾക്ക് 40 വയസ്സ് കഴിയുമ്പോൾ ഇതും കൂടി വരും. എന്താണ്, ഈ നിയർ പോയിന്റും കൂടെ പോകും. അപ്പോൾ അവർക്ക് ദൂരെയുള്ളതും കാണാൻ പറ്റില്ല, അടുത്തുള്ളതും കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് 2 ഇതുള്ള ഗ്ലാസ് ഉപയോഗിക്കും. ഞാൻ മേൽ പറഞ്ഞതുപോലെ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ മുകളിലൂടെ നോക്കാം. ഓക്കെ, അത് കാരണം അവരുടെ കോൺകേവ് ലെൻസ് ആണ്. അടിയിൽ ഇങ്ങനെ ഒരു റാ പോലെ നമുക്ക് കോൺവെക്സ് ലെൻസ് ആണ്. അത് താഴെ നമുക്ക് വായിക്കാൻ മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആ റാ പോലെയുള്ളത് വ്യക്തമായൊന്നും കാണാൻ സാധിക്കില്ല. കാരണം നമ്മളിപ്പോൾ പ്രോഗ്രസീവ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. അത് രണ്ടും കൂടിയുള്ള ഒരു ലെൻസാണ്, അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ലെൻസാണ് പ്രോഗ്രസീവ് ലെൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ അപ്പോൾ ഇതിലിപ്പോൾ 2 തരത്തിലുള്ള ലെൻസ് ഉപയോഗിക്കണം അല്ലേ? അതെന്താണ്, കോൺവെക്സ് ഉപയോഗിക്കണം, കോൺകേവ് ഉപയോഗിക്കണം. അതിനെ പറയുന്ന പേരാണ് ബൈഫോക്കൽ ലെൻസ്. 2 ഫോക്കൽ ലെങ്ത് ഉണ്ട്. പിന്നെ ഈ ഒരു ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് പ്രസ് ബയോപ്പിയ. ഇനി പ്രായം കൂടുമ്പോൾ 40 കഴിയുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതായത് അടുത്തുള്ള വസ്തുക്കൾ വായിക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട്. ഇനി 60 വയസ്സ് കഴിയുമ്പോൾ അടുത്ത വേറൊരു സാധനം വരും. അതെന്താണെന്നറിയോ, നമ്മുടെ ഈ ഐലൻസിന്റെ പുറത്തൊരു ക്ലൗഡി ആയിട്ടൊരു അപ്പിയറൻസ് വരും. അതിനെ പറയുന്ന പേരാണ് കാറ്ററാക്ട്. അത് ഞാൻ ഓൾറെഡി നിങ്ങളോട് കഴിഞ്ഞ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. കാറ്ററാക്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, കാറ്ററാക്റ്റിൻ്റെ സർജറി ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നും അവൈലബിൾ അല്ല. ഒരു കീഹോൾ സർജറി ചെയ്തിട്ട് ആ പാട പോലെയുള്ള ക്ലൗഡി ആ ലെയർ മാറ്റിയാൽ മാത്രമേ ലെൻസ് ക്ലിയർ ആവുകയുള്ളൂ. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മയോപ്പിയ, ഹൈപ്പർ മെട്രോപ്പിയ, പ്രസ് ബയോപ്പിയ ആൻഡ് കാറ്ററാക്ട്. മയോപ്പിയയ്ക്ക് കോൺകേവ് ലെൻസ് ഉപയോഗിക്കണം, ഹൈപ്പർ മെട്രോപ്പിയയ്ക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കണം, പ്രസ് ബയോപ്പിയയ്ക്ക് ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കണം, കാറ്ററാക്റ്റിന് സർജറി ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.